ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വാനില സ്പഞ്ച് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ വാനില പൗഡർ ചേർക്കുവാണ്. എപ്പോഴും വാനില സ്പഞ്ചിന് വാനില പൗഡർ ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമുക്ക് ബേക്കിംഗ് ഷോപ്പിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുകയാണ്. എപ്പോഴും വാനില സ്പഞ്ച് തയ്യാറാക്കുമ്പം പാൽപ്പൊടി മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാൻഡ് മിക്സറിലാട്ടോ മുട്ട ബീറ്റ് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ 3 മുട്ട പൊട്ടിച്ച് കഴിക്കുവാണ്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 മുട്ട എടുക്കാം. ഞാനെപ്പോഴും 1 kgക്ക് 3 മുട്ടയാണ് എടുക്കാറ്. സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ട ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുവാണ്. പൊടിച്ച പഞ്ചസാര ആണെങ്കിലും 1 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിക്കുമ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 ഡ്രോപ്സ് മിൽക്ക് എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. മിൽക്ക് എസൻസ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ വാനില സ്പഞ്ചിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും. ഈ ബേക്കറിയിൽ കിട്ടുന്ന പോലെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ മിൽക്ക് എസൻസ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ഡ്രോപ്സ് മിൽക്ക് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നവർ ആദ്യമേ പഞ്ചസാര ചേർക്കാതിരിക്കുക. മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കുക കേട്ടോ. ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നവർ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ അതാണ് നല്ലത്. ഇനി നമുക്ക് മുട്ട നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്യാം. മുട്ടയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഓഫ് വൈറ്റ് ക്രീമി ടെക്സ്ചറായി കിട്ടുന്നത് വരെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവമായി കിട്ടുന്നത് വരെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി സ്പീഡ് നന്നായിട്ട് കുറച്ച് വെക്കുക. അപ്പോൾ ഞാനിത് സ്പീഡ് 2ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കേക്ക് മിക്സ് ഞാൻ 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുവാണ്. മിക്സായി കിട്ടുന്നതനുസരിച്ചിട്ട് അടുത്ത ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാലാണ് കേട്ടോ. ആ പാലിന് പ്രത്യേകിച്ച് ഒരു അളവില്ല. നമ്മളെടുക്കുന്ന മുട്ടയുടെ സൈസിനനുസരിച്ചിട്ട് പാലിന് വ്യത്യാസം വരും. അപ്പം പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി ഒരുമിച്ചങ്ങ് ചേർക്കാതിരിക്കുക കേട്ടോ. ബാറ്റർ ടൈറ്റായി വരുന്നതനുസരിച്ചിട്ട് പാല് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഞാനിപ്പം ഓയിൽ ചേർക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ ഓയിൽ ചേർക്കാറുണ്ട്. ഓയിൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് മിക്സ് മുഴുവനും ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില കൊണ്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഒതുക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സൈഡിലൊക്കെ ഒരു കേക്ക് മിക്സ് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഒതുക്കി ഒന്നുകൂടെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എപ്പോഴും കേക്ക് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിന് വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഞാനെപ്പോഴും 1 kg കേക്കിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇതിപ്പം ടോൾ കേക്കിന് വേണ്ടി ആയതുകൊണ്ട് 6 ഇഞ്ചിൻ്റെ 2 പാനിൽ ബേക്ക് ചെയ്തെടുക്കുവാണ്. കേക്ക് ബാറ്റർ പകുതിയായിട്ട് 2 ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്കിതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എയർ ബബിൾസ് കളഞ്ഞെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓവനിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് വരെയാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. അവൻ പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 കോയിലും ചൂടാക്കുന്നുണ്ട് കേട്ടോ. ബേക്ക് ചെയ്യുന്ന സമയത്ത് താഴത്തെ കോയിൽ മാത്രമേ ഓൺ ആക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് ഇവിടെ ബേക്കായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തലേന്നേ ബേക്ക് ചെയ്ത് വെക്കുക, ഒരു ദിവസം മുന്നേ ബേക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പം സ്പഞ്ചിന് ഒന്നും കൂടി നല്ല ടേസ്റ്റും അതുപോലെ മുട്ടയുടെ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ അത് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുവരെയും വാനില സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.